സാറേ, ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് വിശ്വാസവും മതഭ്രാന്തും തമ്മിലുള്ള അന്തരം. ഒരു മനുഷ്യനെന്ന നിലയിൽ നമുക്ക് ആഭൗമികമായ ഒരു കാര്യത്തിൽ വിശ്വാസം ആവശ്യമാണ്. കാരണം നമ്മുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ കൂടുതൽ ആളുകളും വിശ്വാസത്തിൻ്റെ അന്ധമായ ചില വശങ്ങൾ സൂക്ഷിക്കാറുണ്ട്. അതൊരു ഭീഷണിയായിട്ട് തന്നെയാണ് പുറത്തുനിന്ന് നോക്കുന്ന ആളുകളെന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് ഒന്ന് പറയാം. സാറേ, ഈ മതഭ്രാന്ത് എല്ലായിടത്തും ഉണ്ട് അല്ലേ? യെസ്. എല്ലാ മതങ്ങളിലും മതഭ്രാന്തുണ്ട്. ക്രിസ്തീയ വിഭാഗങ്ങളിലും ഈ തരത്തിൽ മതഭ്രാന്തുണ്ട്. മതഭ്രാന്തെന്ന് പറയുമ്പോൾ അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളാണ്. അന്ധമായി പലതിനെയും വിശ്വസിക്കുക. ദൈവം നമുക്ക് ബുദ്ധി നൽകിയിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും എങ്ങനെയൊക്കെ ചെയ്യണം, ബുദ്ധിപരമായിട്ട് എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനാണ് ബുദ്ധി നൽകിയിരിക്കുന്നത്. എന്നാൽ ആളുകൾ എല്ലാം ദൈവം ചെയ്തോളും, ദൈവം എല്ലാം ചെയ്തോളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് പല ആൾക്കാരും. ഈ വിശ്വാസത്തിനകത്ത് നമ്മൾ ബുദ്ധിയെ ഒഴിവാക്കിയുള്ളൊരു യാത്ര ആവശ്യമില്ല. അതെ, ഇതിന് ആൾക്കാർ പറയുന്നത് എന്തോ ബുദ്ധിയുടെ ആരാധന പാടില്ല, ആത്മാവിലുള്ള ജീവിതമാണ്, ആത്മാവിലുള്ള ആരാധനയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് അവർ ഈ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതിനെ അങ്ങ് ഒഴിവാക്കി. ഇപ്പോൾ അപകടകരമായ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ യാത്ര ചെയ്യുക, നമ്മൾ പറയുകയാണ് ആ ഒരു ഭാഗത്തേക്ക് പോകരുത്. ഉടനെ ചില ആൾക്കാർ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നെ ദൈവം നോക്കിക്കോളും, ദൈവദൂതന്മാരുണ്ടല്ലോ, ദൈവം എൻ്റെ കൂടെ ഉണ്ട്, പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്. അപ്പോൾ അത് എത്രമാത്രം അത് ശരിയാണ് പ്രായോഗികമായി നോക്കിക്കഴിഞ്ഞാൽ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പാമ്പിനെ പോലെ അല്ലേ, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. യേശു ആ ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവപുത്രനായ യേശു പോലും ആ ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോഴേ ഈ ചില ആളുകൾ പണ്ട് പറഞ്ഞിട്ടുള്ളത്, വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. അവരതിന് കൊടുത്ത വ്യാഖ്യാനം, സാറ് ഈ ദിവസങ്ങളിൽ വ്യാഖ്യാനത്തെപ്പറ്റി സംസാരിക്കുന്ന ആളുകൂടെ ആയതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിക്കുക സന്ദർഭവശാൽ. ഈ അവരതിന് കൊടുത്ത വ്യാഖ്യാനം, നമ്മളാരും വഴിയിൽ വെച്ച് ആക്സിഡന്റിൽ മരിച്ചു പോകുകയില്ല എന്ന്. അതാണ് ഒരു വാക്യം എടുക്കുക, അതിനെ ഉടനെ വ്യാഖ്യാനിക്കുക. അപ്പം ഇപ്പൊ സാറ് പറഞ്ഞ പോലെ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ. അതിപ്പോ വണ്ടിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നടന്നു പോകുമ്പോഴോ ട്രെയിനിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോകുമ്പോഴോ ഒക്കെ എന്തെങ്കിലും ആക്സിഡന്റ് വരാനുള്ള സാധ്യതയുണ്ടെന്നും അതിനു മുന്നേ ഇതുപോലെ പുത്രനെ ചുംബിക്കുക, അത് പല ആത്മീയ മാർഗങ്ങളായിരിക്കാം. പ്രാർത്ഥിച്ചിട്ട് പോവോ. അപ്പോൾ ഇതാ പറയുന്ന ഒരു വാക്യം എടുക്കുക, അതിനെ എങ്ങനെയും തങ്ങളുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും കഷ്ടപ്പാടുകളും അപകടങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി സംസാരിക്കുക. നമ്മൾ ഈ വഴി യാത്രയ്ക്ക് വേണ്ടിയാണ് ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ടൈം, നമ്മളൊരു ഒരു സ്ഥലത്ത് നമുക്ക് ടൈമിൽ എത്തണം. ഈ വാഹനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഈ വാഹനം എന്ന് പറയുന്ന ഒരു മെക്കാനിസമാണ്, ഒരു മെഷീനാണ്. നമുക്കെതിരെ വരുന്നതും വാഹനങ്ങളാണ്. അപ്പോൾ ഇതിനെല്ലാം അതിൻ്റെതായ എല്ലാ ടൂൾസും എല്ലാ കാര്യങ്ങളും ഉണ്ട് അല്ലേ? നമുക്കെതിരെ മെക്കാനിക്കലാണ്. നമുക്കെതിരെ വരുന്നൊരു വാഹനത്തിന്റെ ബ്രേക്ക് പോയാൽ നമുക്കിട്ടിടിച്ച് നമ്മൾ മരണപ്പെടാം. അപ്പം നമ്മൾ റോഡിൽ മരണം നമുക്ക് സംഭവിക്കാം, പ്രതീക്ഷിക്കാം. അതിനെ നമ്മൾ അപ്പൊ റോഡിലെ മരണത്തെ നമ്മൾ ദൈവശാസ്ത്രപരമായിട്ട് വ്യാഖ്യാനിക്കാൻ പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതൊക്കെ ഒരു അന്ധവിശ്വാസത്തിന്റെ അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ്. മതഭ്രാന്ത് അത് നമ്മുടെ തലയ്ക്കകത്ത്, പലരുടെയും തലയ്ക്കകത്ത് കയറിയിരിക്കുകയാണ് ഈ മതഭ്രാന്ത് എന്ന് പറയുന്നത്. അതൊരു വലിയ മാനസിക പ്രശ്നം തന്നെയാണ്. നമുക്കറിയാം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മതത്തിന്റെ പേരിലാണ് ആളുകളെ കൊല്ലുന്നത്. അങ്ങനെ കൊല്ലുന്നതിലൂടെ അവർക്ക് സ്വർഗത്തിൽ പ്രത്യേക സ്ഥാനങ്ങൾ കിട്ടുമെന്നും ഒക്കെയാണ് അവർ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് ഈ ക്രിസ്തീയ വിഭാഗത്തിലുള്ള ചില പ്രത്യേക ഗ്രൂപ്പുകളിൽ ആളുകൾ, ചില പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകൾ ഇത്തരത്തിൽ മതഭ്രാന്ത് പിടിച്ചുകൊണ്ട് അന്ധവിശ്വാസികളായിട്ട് ജീവിക്കുക. ഈ സെമിറ്റിക് മതങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് ആയതല്ലേ സെമിറ്റിസിസം എന്നെനിക്ക് തോന്നുന്നു അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അത് നമുക്ക് ഈ പഴയ നിയമത്തിലുണ്ടല്ലോ, ഇസ്രായേൽ അല്ലാത്തവരോടെല്ലാം ഉള്ള ഇസ്രായേൽ ജനത്തിന്റെ സമീപനം എങ്ങനെയായിരുന്നു? അവരെ കൊന്നുകളയുക എന്നുള്ളതാണ്. അവരെ കൊന്നുകളയുക, ഗർഭിണികളെ വരെ അവരുടെ
വയറ് പിളർക്കുക, അവരെ കൊന്നുകളയുക, ഇസ്രായേൽ അല്ലാത്ത എല്ലാവരെയും കൊന്നുകളയുക എന്നുള്ള ഒരുതരം കാടത്തപരമായ യഹോവ എന്നൊരു ദൈവത്തെ കൂടെ അതിന് അവര് കൂട്ടുപിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാം, അത് പഴയ നിയമം വായിക്കുന്നവർക്ക് കാണാം. ഇതിനകത്ത് ആർക്കും ഒരു ദേഷ്യം ഉണ്ടാകേണ്ട ആവശ്യമില്ല. പഴയ നിയമം ശരിയായിട്ട് വായിച്ചു നോക്കുക. ഓക്കെ. അപ്പം സാറ് പറയുന്നത് വിശ്വാസവും യുക്തിയും ഒരുമിച്ച് സംഗമിച്ചു പോകേണ്ടതാണ്. ഒരുമിച്ച് അങ്ങനെ പോയെങ്കിൽ മാത്രമേ നമുക്ക് അതിനല്ലേ ദൈവം ബുദ്ധി നൽകിയിരിക്കുന്നത്. നമുക്ക് നോർമലായിട്ട് മുന്നോട്ട് പോകാൻ, അല്ലെ അബ്നോർമലായിട്ട് ഇതുപോലെ പോകാം. അത്രേ ഉള്ളൂ. ഈ അബ്നോർമലായിട്ട് ഇതുപോലെ നടക്കുന്ന ആളുകൾക്ക് അറിയില്ല അവർ ശരിക്കും അബ്നോർമലായിട്ടാ ചിന്തിക്കുന്നതെന്നും അബ്നോർമലായിട്ടാ വർത്തമാനം പറയുന്നതെന്നും ഒന്നും നോർമലാന്നുള്ള ചിന്തയിലാ പോകുന്നത്. അതെ. അപ്പം സാറിന്റെ വിലപ്പെട്ട സമയം നൽകിയതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഓക്കെ. അതെ, താങ്ക് യു. ഓക്കെ.